വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴയിൽ അംഗനവാടി ജീവനക്കാർ പ്രതിഷേധിച്ചു. ജീവനക്കാരെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിക്കാതെ പോഷൻ ട്രാക്കർ എന്ന മൊബൈൽ ആപ്പ് തുടങ്ങി അംഗൻവാടി ജീവനക്കാരെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയുമാണ് ആലപ്പുഴയിൽ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU നേതൃത്വത്തിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഓൺലൈൻ വഴി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കായി 5G സൗകര്യമുള്ള മൊബൈൽ ഫോൺ ഉടൻ നൽകുക, വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാനുള്ള ശ്രമം അവസാനിപ്പിക്കുക, ആധാർ, EKYC, FRS രജിസ്ട്രേഷൻ നിർത്തലാക്കുക, അർഹരായ ഗുണഭോക്താക്കൾക്ക് പോഷകാഹാരം നൽകണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. ധർണാ സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ICDS പദ്ധതി രാജ്യത്ത് യാഥാർത്ഥ്യമാക്കാൻ അന്നത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് തയ്യാറായി. 1975 ശേഷം 51 ആണ്ട് പൂർത്തീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പദ്ധതിയെ അട്ടിമറിക്കാനും ദുർബലപ്പെടുത്താനും ഇല്ലാതാക്കാനുമുള്ള പരിശ്രമമാണ് കേന്ദ്ര മോഡി സർക്കാർ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് കഴിഞ്ഞ 10 വർഷക്കാലം സമസ്ത മേഖലയിലും വികസന ക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോയ പോലെ കേരളത്തിലെ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും ചേർത്ത് പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തിന് മാതൃകയായി 15,000 രൂപ ഓണറേറിയമായിട്ട് വർക്കർമാർക്ക് ലഭിക്കുമ്പോൾ അത് വെറും 2,700 രൂപ മാത്രമുള്ളൂ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സഹായം. ഇതാണ് വ്യത്യാസം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റാണ് അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും ചേർത്ത് പഠിക്കാനുള്ള പരിശ്രമം നടത്തിയത്. 10,500 രൂപ ലഭിക്കുന്ന ഹെൽപ്പർമാർക്ക് വെറും 1,350 രൂപ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ടുള്ള ഈ പദ്ധതിയിലൂടെ കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുന്നത്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ പ്രസിഡന്റ് ദീപ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M. കൃഷ്ണലത, രജിത കുമാരി, പ്രീതി കല, കൃഷ്ണകുമാരി തുടങ്ങിയവർ സംസാരിച്ചു.